സ്തോത്രം. അവിടെ ക്രിസ്ത്യ ജീവിതം ആനന്ദമാകും. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയത് ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാലിൽ എന്തുള്ളൂ. സ്തോത്രം. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാലിൽ എന്തുള്ളൂ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ സ്തോത്രം. വെറുതെ അല്ല പാട്ട് പാടുന്നത്, ഞാനും നിങ്ങളും ഒന്ന് അനുഭവിക്കുന്ന ആത്മസന്തോഷമാണ്. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. അത് കൃപയെ ലഭിച്ചതാ, അനുഗ്രഹമാണ്. ഇന്നിന്റെ ഭാരങ്ങൾ ഓർത്ത് ക്രിസ്ത്യ ജീവിതത്തെ വിലയിരുത്തുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത്. മുൻപോട്ട് നോക്കി പ്രതീക്ഷകളെ കൈവിടരുത്. പുറകോട്ട് നോക്കി തൃപ്തി പ്രാപിച്ച ഒത്തിരി ദിനങ്ങളുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ലഭിച്ച വിടുതലുകൾ, അനുഗ്രഹങ്ങൾ ഒക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മൾ വായിച്ച വാക്യം, ആദ്യത്തെ വാക്യം, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർത്തിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടതായി വരുന്നത്? സ്തോത്രം. ഈ ക്രിസ്ത്യ ജീവിതത്തിലെ സന്തോഷം പറയുമ്പോഴാണ്, പ്രതീക്ഷ നഷ്ടപ്പെടുത്തുമ്പോഴാണ്, തൃപ്തി നഷ്ടപ്പെടുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം. പട്ടണത്തിലേക്ക് യഹോവയുടെ പെട്ടകം കയറി വരുമ്പോൾ പാടുന്ന പാട്ടാണ്. മഹത്വത്തിന്റെ രാജാവിന്റെ സ്തോത്രം, ആ ഇരിപ്പിടമായിരിക്കുന്ന, ആ സിംഹാസനമായിരിക്കുന്ന കൃപാസനവും ചുമന്നുകൊണ്ടുള്ള വരവ്, പെട്ടകവും ചുമന്നുകൊണ്ടുള്ള വരവ്. സ്തോത്രം. അത് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നതാണെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ മഹത്വം എന്നും ഉണ്ടാകണം, എന്നും ഉണ്ടാകണം, എന്നും ഉണ്ടാകണം. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ ചോദിക്കുന്നത്. സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ 2 തെസ്സലോനിക്ക 2:14. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഇന്നിനെ ഓർത്ത് ഭാരപ്പെടാനല്ല, ഇന്നലെ ഓർത്ത് തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കാനല്ല, മഹത്വം പ്രാപിപ്പാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇതൊക്കെ നമ്മളെ ബോധപൂർവം മറന്നു കളയുക. സ്തോത്രം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? രോഗസൗഖ്യമാണോ? ക്രിസ്ത്യ ജീവിതത്തിലുള്ളതാണ് രോഗം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നേ പോവാം. രോഗസൗഖ്യം. സ്തോത്രം. വിശാലതയും അനുഗ്രഹവുമാണോ? അതൊക്കെ ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവത്തിന്റെ കോംപ്ലിമെന്റുകളാണ്. സ്തോത്രം. ഒരുപാട് നന്മകൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ ചെറിയ കോംപ്ലിമെന്റുകൾ. അതൊന്നും ആത്മീയാനുഗ്രഹമല്ല. സ്തോത്രം. ഇനി ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവത്തിന്റെ പൈതൽ പ്രതീക്ഷിക്കേണ്ടത്, ആയിത്തീരേണ്ടത്, ഉൾക്കൊണ്ട് നിൽക്കേണ്ടത് മഹത്വത്തിലാണ് നിൽക്കേണ്ടത്. സ്തോത്രം. സ്തോത്രം. എന്തിനാ നമ്മെ പൗലോസ് പറയുകയാണ്, നമ്മെ സുവിശേഷത്താൽ വിളിച്ചത് എന്തിനാ? യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക. നടക്കുമോ അത്? സ്തോത്രം. അത് പ്രായോഗികമാണോ? അതോ അതൊരു തിയറിയാണോ? സ്തോത്രം. സ്തോത്രം. അത് പ്രായോഗികമാണ്, അത് തിയറിയല്ല. അത് തിയറിയല്ല. നാം പ്രാപിക്കാൻ പോകുന്ന മഹത്വത്തിന്റെ കൗണ്ടർ പാർട്ട് ഇവിടെ വെച്ച് പ്രാപിക്കണം. നമ്മളത് മറന്നു പോവുക. നമ്മളെന്തൊക്കെ ചിന്തിക്കുന്നറിയാവോ? മ്യാൻമാറിൽ കഴിഞ്ഞ ദിവസം ഭയങ്കര ഭൂകമ്പമുണ്ടായി. നമ്മുടെ ആൾക്കാർ അതിന്റെ പറയുക. സ്തോത്രം. അല്ലേ? ലോകത്തിൽ പല സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നു. അതിനെക്കുറിച്ച് വിവരണം, അതിനെക്കുറിച്ച് പഠനം, അതിനെക്കുറിച്ചാണ് നമ്മുടെ ചിന്തകൾ. നമ്മളെല്ലാം കണ്ടിട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെയാ പറയുന്നതെങ്കിലും വരവിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ബോധപൂർവ്വം മറന്നുപോയി. അതെന്താണെന്നറിയാമോ? പിശാചിന് ഭയങ്കര തന്ത്രമാണ്. ഭയങ്കര തന്ത്രമാണ്. അതെങ്ങനെ മനസ്സിലാകും? ആ തെസ്സലോനിക്കയിലെ എഴുതി തന്നെ ഉണ്ട്. 2-ാം അധ്യായത്തിന്റെ സ്തോത്രം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, 7-ാം വാക്യം ഒന്ന് വായിച്ചാൽ, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അടുത്തത്, അടുത്തത്, വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിൽ
അധർമ്മമൂർത്തിയുടെ സാത്താന്റെ വ്യാപാരം. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷെങ്കിൽ തെസ്സലോനിക്ക സഭയോട് പൗലോസ് നമ്മളെ പോലൊന്നുമില്ല. തെസ്സലോനിക്ക സഭ സഭയെ കുറിച്ച് ഞാൻ പറയാം, ഒന്ന് വിവരിക്കാം. സ്തോത്രം. നമ്മളെ പോലൊന്നും അല്ല. സ്തോത്രം. ഞാൻ നിങ്ങളെ കുറ്റം പറയാനൊന്നുമല്ല, ഞാൻ പോയ വഴിക്കൊന്ന് കയറിയതാണ്. സ്തോത്രം. എനിക്ക് നിങ്ങളെ കുറ്റം പറയാനല്ല. വചനം പറയുമ്പോ നമ്മൾ ഒത്തിരി പുറകിലാണെന്ന് മനസ്സിലാക്കണം. വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, സഹോദരി പുറകില, മുൻപോട്ട് വരണം. പ്രിയമുള്ളവരെ, സ്തോത്രം. തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരുന്നു, ഇപ്പോഴേ വ്യാപരിക്കുന്നു. എവിടെയാണെന്നറിയോ വ്യാപരിക്കുന്നു? നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുക. സ്തോത്രം. കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെയാ പറയുന്നതെങ്കിലും അതിനകത്ത് ആ സംഭവങ്ങളുടെ വ്യാഖ്യാനങ്ങളും ആ ഭൂകമ്പവും ക്ഷാമവും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഇത്യാദി കാര്യങ്ങളെ തിരികെ കയറ്റി നമ്മെ പേടിപ്പിച്ച അല്ലേ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടിച്ച് അങ്ങനെ പേടിക്കാറുണ്ട്. സ്തോത്രം. പേടിപ്പിക്കുക. സ്തോത്രം. ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോ ദൈവത്തിന്റെ പൈതൽ പേടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇത് അവന്റെ ഭയങ്കര തന്ത്രം, കള്ളൻ അഭിഷാചൻ. സ്തോത്രം. ആ വ്യാപാരം നമ്മെ ശരിയായ ചിന്തയിൽ നിന്ന് അകറ്റാൻ ഭക്തിയും ഭയവും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്തയാണെന്നും പഠിപ്പിക്കലാണെന്നും ഒക്കെ ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വരുത്തി യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുകയാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. സ്തോത്രം. നമുക്ക് ലഭ്യമായി തീരേണ്ട ആ തേജസ്, ആ മഹത്വം നമ്മൾ ഇവിടെ വെച്ച് തന്നെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വേണം ക്രിസ്തീയ ജയത്തോടെ നയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനമേ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന തേജസ് ഏതാണെന്ന് അറിയാമോ? ആദം ഹവ്വമാരിൽ പകർന്നിരുന്ന അതേ തേജസ്, അതേ മഹത്വമാണ്. അതെന്താണ്? അത് ദൈവത്തിന്റെ പ്രൗഢിയാണ്. സ്തോത്രം. അത് ദൈവത്തിന്റെ തേജസ്സാ. സ്തോത്രം. അത് ദൈവത്തിന്റെ കൃപയാ. സ്തോത്രം. അത് നമ്മുടെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. അത് ഏതിൽ നഷ്ടപ്പെട്ടു പോയി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ എത്തിക്കാനാണ് ദൈവം നമ്മെ സുവിശേഷമാർഗത്തിലേക്ക് വിളിച്ചത്. സ്തോത്രം. അത് വിട്ട് അതിനേക്കാൾ ചെറിയ ഒന്നിൽ നമ്മൾ ആശ്രയിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യരുത്. ഒരു നിത്യത നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് തേജസ്സിന്റെ നിത്യതയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ സംഭവങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് ഹൃദയത്തിൽ ഇങ്ങനെ ചൂടുവെച്ച് സ്തോത്രം, നാം നിത്യമായി നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുന്ന ആ മഹത്വം നമ്മളിൽ നഷ്ടമാക്കരുത്. സ്തോത്രം. ഇത് നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ എന്തെങ്കിലും സാധനം മേടിക്കാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം, നിയമപ്രകാരം എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ചില സ്ഥലങ്ങളിൽ കാണാം. ഉപഭോക്താവിന് ചില അവകാശങ്ങളുണ്ട്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഉപഭോക്താവിന്റെ അവകാശങ്ങളാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബോർഡ് ഇരിക്കുന്നത് പോലെ തന്നെ തൊട്ടടുത്ത് മറ്റൊരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഉപഭോക്താവിന്റെ അവകാശം മാത്രമല്ല, ഉപഭോക്താവിന്റെ ഉത്തരവാദിത്വമുണ്ട്. അത് ഹോസ്പിറ്റലിലും ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട്, എയർപോർട്ടിലും ഉണ്ട്. യാത്രക്കാരന്റെ അവകാശങ്ങൾ. സ്തോത്രം. നമുക്ക് ഒത്തിരി യാത്ര ചെയ്യുമ്പോൾ അവകാശങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. അതേ സമയത്ത് യാത്രക്കാരൻ എന്തുണ്ട്? ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പാലിക്കണം. രോഗിക്ക് സ്തോത്രം അവകാശമുണ്ട്, പക്ഷെങ്കിൽ രോഗിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്നതുപോലെ നമ്മെ കർത്താവ് വിളിച്ചത് തേജസ് പ്രാപിക്കാൻ, മഹത്വം പ്രാപിക്കാൻ. പക്ഷെങ്കിൽ നമുക്ക് അത് അവകാശമാണ്. സ്നാനപ്പെടുക എന്നുള്ളൊരു പദവിയാണ് കേട്ടോ, പദവിയാ. എന്നാൽ സ്നാനപ്പെട്ടിട്ട് വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.
സ്തോത്രം. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്, ദൈവം തന്നിരിക്കുന്ന അവകാശമാണ്. പക്ഷെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ ഫലം കായ്ച്ച് ജീവിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല. അതൊക്കെ നമ്മൾ ബോധപൂർവ്വം മറന്നു കളയുക. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിനെ നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി. ഹല്ലേലൂയ. പദവി മാത്രം ദൈവമക്കളെന്നൊക്കെ പറഞ്ഞ് ദൈവദാസൻ എന്നൊക്കെ പറഞ്ഞ് ജളിയ കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ ദൈവദാസൻ ദൈവ പൈതൽ എന്ന് പറയുമ്പോ എനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, ഇല്ലേ? ഭയങ്കര ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആ പൂർത്തീകരണത്തിൽ എത്തിച്ചേരാൻ ഒക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഉത്തരവാദിത്തം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസ് അപ്പോസ്തലനും പൗലോസിനും ഒക്കെ പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, ഒരാശയമേ ഉള്ളൂ. ആശയം എന്താ? നമ്മളെല്ലാവരും തേജസ്സിനായി വിളിക്കപ്പെടും. പത്രോസിന്റെ നേരത്തെ നാം വായിച്ച ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 10-ാം വാക്യം 5-ന്റെ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വജ്ഞാനുമായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. രണ്ട് കാര്യം പത്രോസ് 5:10 പറയുന്നുള്ളൂ. ഒന്ന്, തേജസ് പ്രാപിക്കാൻ വേണ്ടി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്, അതിന് ദൈവം തന്റെ ശക്തിയാൽ നമ്മെ കാത്തുകൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ ഉത്തരവാദിത്വം. നമ്മുടെ അവകാശമാണ് തേജസ്, അത് നമുക്ക് തന്നിരിക്കുക. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യുന്നു? ശക്തീകരിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. അതിന്റെ 4:13 വായിച്ചാട്ട്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു വഴി നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. അവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, സ്തോത്രം, നിങ്ങൾ കഷ്ടതയിൽ സന്തോഷിക്കണം. രണ്ട്, അങ്ങനെ കഷ്ടതയിൽ സന്തോഷിക്കുന്ന ദൈവവൈതലിന് തേജസ് കിട്ടും. സ്തോത്രം. മനസ്സിലായോ? പത്രോസ് 5:10 പറയുന്നത് തേജസ് പ്രാപിപ്പാൻ വേണ്ടി നമ്മെ വിളിച്ചു. തേജസ് നമുക്ക് തരേണ്ടതിന് തന്റെ ആത്മാവിനാണ് നമ്മളെ ശക്തീകരിക്കുന്നു. അതുപോലെ തന്നെ 4 പറയുകയാണ്, കഷ്ടതയിൽ പങ്കുള്ളവരാകുന്നവർ സന്തോഷിക്കണം. എന്തിനാ ഈ കഷ്ടത? അവിടെ അടുത്ത പറയുകയാണ്, കഷ്ടതയിൽ കൂടെ നമ്മൾ തേജസ്സിലേക്ക് നടത്തുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ചിന്ത എന്താണ് അറിയാം? ഞാൻ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും ചിന്ത, ഇന്നത്തെ പ്രശ്നങ്ങൾ എനിക്ക് മാത്രമേ. എന്താ കർത്താവേ, എനിക്ക് മാത്രം ഇങ്ങനെ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ യോഗത്തിന് പോകുന്നുണ്ട്, വരുന്നുണ്ട്. എന്താ കർത്താവേ, എനിക്ക് മാത്രം ഇത്? ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നമ്മളെ കഷ്ടതയിലൂടെ അവൻ നടത്തുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് തേജസ് തരാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മഹത്വം തരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുകയും പണ്ടുള്ള കഥകളെ ഉയർത്തിരിക്കുകയും മഹത്വത്തിന് രാജാവ് പ്രവേശിക്കട്ടെ. നമ്മളെ അകത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കേണ്ടത് ദൈവത്തിന്റെ മഹത്വമാണ്. ഇതാരാണ് ഈ പറയുന്നത്? സ്തോത്രം. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുന്നത്, സ്തോത്രം, നിങ്ങളെ ക്രിസ്തുയേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ വിളിച്ചിരിക്കുന്നു. പൗലോസ് ആരോടാ പറയുന്നത്? ദൈവസഭയോടാ പറയുന്നത്. ഇനി തെസ്സലോനിക്ക സഭയൊന്ന് എടുത്തു നോക്കിക്കേ. തെസ്സലോനിക്ക സഭയുടെ പ്രത്യേകത എന്താ? പൗലോസ് തന്റെ 2ാം മിഷണറി യാത്രയിൽ, സ്തോത്രം, ഏഷ്യയിൽ സുവിശേഷം അറിയിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ, സ്തോത്രം, ആ പദ്ധതി കിട്ടാൻ ഇറങ്ങി തിരിച്ചത്. ഇങ്ങനെ ഏഷ്യയിലെ സുവിശേഷത്തിന് വേണ്ടി പത്രോസ് യാത്ര ചെയ്യുമ്പോ പരിശുദ്ധാത്മാവ് വിലക്കിയിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? യൂറോപ്പിലേക്ക് പോകാൻ പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. വിലക്കുകയും നിർദ്ദേശം തരികയും ചെയ്യുന്ന ഒരു ആത്മാവുണ്ട് നമുക്ക്, കേട്ടോ. ചിലരൊക്കെ വിലക്കും. ഈ മെസ്സേജിനകത്ത് നമ്മളെ പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വിലക്കുന്നുണ്ട്. നമുക്ക് ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. പണ്ടത്തെ അപ്പോസ്തലന്മാർക്ക് അനുസരിക്കുമായിരുന്നു, നമ്മളോ? സ്തോത്രം, സ്തോത്രം. ഇന്നത്തെ ഉപദേശമാർ ഉൾപ്പെടെ
പല നിർദ്ദേശങ്ങളും ദൈവത്തിന്റെ ആത്മാവ് തരുന്നത് അനുസരിക്കുന്നില്ല. സ്തോത്രം. പല ലക്ഷ്യത്തിലേക്ക് ഒരു യാത്ര ചെയ്യുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ വരുന്നത് നമുക്ക് അബദ്ധം പറ്റരുത്. പരിശുദ്ധാത്മാവ് നിർദ്ദേശിക്കും. പരിശുദ്ധാത്മാവ് കാണിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നാം യാത്ര ചെയ്യണം. പൗലോസ് ആഗ്രഹം, നല്ല ആഗ്രഹമല്ലേ ഏഷ്യയെ സൂചിക്കാൻ നമ്മൾ അറിയിക്കുക എന്നുള്ളത്? നല്ല ആഗ്രഹമല്ലേ? നല്ല ആഗ്രഹം. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ ഏഷ്യയിൽ ഇപ്പൊ പോകണ്ട, യൂറോപ്പിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ പൗലോസ് സ്തോത്രം യൂറോപ്പിലേക്ക് പോയി. ആദ്യം പോയത് ഫിലിപ്പിയിൽ ചെന്ന് സ്തോത്രം ഇങ്ങനെ പുഴവക്കത്ത് ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. അത് കഴിഞ്ഞ് അവളോടുകൂടെ പലരും രക്ഷിക്കപ്പെട്ടു. പിന്നെ കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ടു. പിന്നെ അവിടെ ഭയങ്കര അത്ഭുതം നടന്നു. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം അല്ലേ? 17-ാം അധ്യായത്തിലാണ്. സ്തോത്രം. 16-17 അധ്യായത്തിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി. അപ്പോ അവിടെ ഭയങ്കര കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോ എന്റെ കണക്കൂട്ടലിൽ ഞാൻ പറയാം, പൗലോസിനൊക്കെ ഒത്തിരി സന്തോഷമാണ്. ഇവിടെ ദൈവം യൂറോപ്പിൽ പോകാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് ഒരു നഷ്ടമില്ലല്ലോ. സ്തോത്രം. സ്തോത്രം. വെളിച്ചപ്പാടത്തേക്കോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒറ്റ ശാസന പെട്ടുപോയി, പിടിച്ച് ജയിലിലിട്ടു. അവിടെ നിന്ന് പൗലോസ് ഒളിച്ചോടിയതാ. പൗലോസിനെ ഓടിച്ചു വിട്ടതാണ്. സ്തോത്രം. ബെരോബായിലേക്ക് പൗലോസ് ഓടിപ്പോ 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാൽ. അപ്പോസ്തല പ്രവൃത്തി 17:1. അവരെ തെസ്സലോനിക്കയിൽ 4 വെച്ച് ബാക്കി വായിച്ച. നോക്കണേ, അവിടെ വന്ന പാർട്ടികളൊന്നും മോശമല്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നതാ. ഭക്തിയുള്ളവന്മാരും മാന്യ സ്ത്രീകളും. വലിയ സഭ എവിടെ ഉണ്ടായി? തെസ്സലോനിക്ക സഭയിലുണ്ടായി. ഈ സഭയ്ക്ക് ഒത്തിരി ക്വാളിറ്റിയുള്ള സഭയാണ്. ആ സഭയുടെ ക്വാളിറ്റിയാണ് അതിന്റെ 7-ാമത്തെ വാക്യം. 1 തെസ്സലോനിക്കർ 1:6 വാക്യം ഒന്ന് വായിച്ചു. 1 തെസ്സലോനിക്കർ 1:6. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഒന്നാമത്തെ മാതൃക, പരിശുദ്ധാത്മാവിൽ അവർ വചനം കൈക്കൊണ്ടു. നമ്മുടെ ഓരോ കൂടിവരവിൽ കേൾക്കുന്ന വചനവും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലാണെന്നുള്ള ബോധ്യത്തോടെ പരിശുദ്ധാത്മാവിൽ അത് നമ്മൾ കൈക്കൊണ്ടാൽ നമുക്ക് അനുഗ്രഹമായിരിക്കും. പൗലോസ് സ്തോത്രം കൊരിന്ത സഭയിൽ തന്റെ സാക്ഷ്യം പറഞ്ഞു. എന്തിനാ കൊരിന്ത സഭയിൽ സാക്ഷ്യം പറഞ്ഞു? പൗലോസിനെ അറിയാൻ വയ്യാത്തവരാണ്. കൊരിന്ത സഭയിൽ എല്ലാവർക്കും പൗലോസിനെ നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ സാക്ഷ്യം പറഞ്ഞത്? പൗലോസ് സാക്ഷ്യം പറഞ്ഞപ്പോ സ്തോത്രം വള്ളിപുള്ളി വിഴാതെ തന്റെ അനുഭവം ശരിക്കും പറഞ്ഞു. അത് പറഞ്ഞതിന്റെ സാരം എന്താണെന്ന് ആ വചനം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ പൗലോസിനെ തന്നെ സംശയിക്കുന്നു. പൗലോസിനെ സംശയിച്ചാൽ പൗലോസിന്റെ മെസ്സേജ് സംശയിക്കും. അപ്പൊ മെസ്സേജ് കേൾക്കുന്നവർ എന്ത് ചെയ്യും? മുൻവിധിയോടുകൂടെ ഇരിക്കും. അങ്ങനെ വരാതിരിക്കേണ്ടതിന് പൗലോസ് തന്നെ സാക്ഷ്യം പറഞ്ഞത് ഞാൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് ഈ വചനം പ്രസംഗിക്കുന്നത് നിങ്ങൾക്കറിയാം. സ്തോത്രം. അപ്പോ നിങ്ങൾ മുൻവിധിയോട് ഇരിക്കരുത്. ദൈവമാണ് എന്നെ അയച്ചത്, ദൈവമാണ് എന്നെ കൊണ്ട് പറയിക്കുന്നത് ബോധ്യം അവർക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ മുൻവിധിയോടുകൂടെ ഇരിക്കരുത്. സ്തോത്രം. പ്രസംഗകന്റെ കഴിവ് അടക്കരുത്. സ്തോത്രം. വിദ്യാഭ്യാസം അടക്കരുത്. അവിടെയാണ് നമുക്ക് വലിയ പരാജയം ഉണ്ടാകുന്നത്. സ്തോത്രം. എനിക്കറിയാം ഈ സഭയിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടുത്തെ അവധി സമയത്ത്. സ്തോത്രം. ആ സമയത്ത് ഒത്തിരി പ്രഗത്ഭരായ ദേവദാസന്മാരെ ക്ഷണിക്കാറുണ്ട്. നമ്മുടെ ബോസാറിനെ പോലെയും സ്തോത്രം വിജുദോസാറിനെ പോലെയും ഒക്കെ ഉള്ള ശക്തന്മാരായ ചെറിയാൻ അതുപോലുള്ള ശക്തന്മാരായ പ്രസംഗരെ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്ന എനിക്കറിയാം. അവരുടെ കൂട്ടത്തിൽ ഞാനൊന്നും ഒന്നുമല്ല. അപ്പോ സ്തോത്രം ദൈവമക്കളെ, നമ്മള് ഇതുപോലെ നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്ന ദൂതുകൾ വരുമ്പോ സ്തോത്രം നമ്മൾ മൗനമായി ഇരിക്കരുത്. പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടെ അത് കൈക്കൊള്ളണം. ഇവരാരാ കൈക്കൊണ്ടത്?
യവനന്മാരിൽ ചിലര്, മാന്യ സ്ത്രീകൾ, അവര് എത്ര പേരാ? വലിയൊരു കൂട്ടം. അപ്പൊ വലിയൊരു സഭ ഉണ്ടായി. അവരെന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ തിരുവചനം കൈക്കൊണ്ടു. അടുത്തത് അതിന്റെ 7-ാമത്തെ വാക്യം, അവരെല്ലായിടത്തും മാതൃകയായി നടന്നു. 7-ാം വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും മാതൃകയായി. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോ അവരുടെ വിശ്വാസം പ്രസിദ്ധമായി. 13-ാമത്തെ വാക്യത്തിൽ വചനത്തിന്റെ ശക്തി അവരുടെ ഇടയിൽ വ്യാപരിച്ചു. അവരുടെ ഇടയിൽ മാത്രമല്ല, അവരിൽ നിന്ന് ദേശത്തൊക്കെ വചനത്തിന്റെ ശക്തി വ്യാപരിച്ചു. സ്തോത്രം. തീർന്നില്ല, കർത്താവിൽ അവർ നിലനിന്നു എന്ന് 3:8 എഴുതിയിട്ടുണ്ട്. കർത്താവിൽ അവർ നിലനിന്നു. സ്തോത്രം. കർത്താവിന്റെ ഉപദേശം ലഭിച്ചു. 4:9 കർത്താവിന്റെ ഉപദേശം അവർക്ക് ലഭിച്ചു. സ്തോത്രം. അവർ അന്യോന്യം സ്നേഹിക്കുന്നവരായിരുന്നു. എന്തെല്ലാം ക്വാളിറ്റിയാ. സ്തോത്രം. നമ്മൾ നമ്മെ തന്നെ പരിശോധിച്ചാൽ അതൊക്കെ നമുക്കുണ്ടോ? ഇത് എപ്പോഴാ വരുന്നതെന്ന് അറിയാമോ? ഈ ക്വാളിറ്റി വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മളിൽ കർത്താവിന്റെ മഹത്വം നിറയുമ്പോഴാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിനു വേണ്ടിയല്ല ദൈവം തന്നെ വിളിച്ചത്. സ്തോത്രം. ദൈവ മഹത്വം നമ്മളിൽ നിറയുമ്പോ നമ്മൾ കഷ്ടങ്ങളിൽ സന്തോഷിക്കും. ദൈവ മഹത്വം നമ്മളിൽ നിറയുമ്പോൾ എല്ലായിടത്തും നമ്മൾ മാതൃകയായിരിക്കും. ദൈവ മഹത്വം നമ്മൾ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ വചനം കൈക്കൊള്ളും. ദൈവ മഹത്വം നമ്മളിൽ നിറയുമ്പോൾ വചനം നമ്മൾ പ്രഘോഷിക്കും. വചനം പരകും. പരിശുദ്ധ ഈ മഹത്വം നമ്മൾ വെളിപ്പെടുമ്പോൾ നമ്മൾ കർത്താവിൽ നിലനിൽക്കും. അതിനൊരു പാസ്റ്റർ ആവശ്യമൊന്നുമില്ല, ഒരു പ്രവാചകന്റെ ആവശ്യമില്ല, ക്ഷീണിച്ചു പോവുകയില്ല. മഹത്വം നമ്മളിൽ നിറഞ്ഞാൽ നാം കർത്താവിൽ നിലനിൽക്കും. സ്തോത്രം. പിന്നെ മഹത്വം നിറഞ്ഞാൽ നമ്മൾ അന്യോന്യം സ്നേഹിക്കും. അന്യോന്യം സ്നേഹിക്കും. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും വീഴ്ച നമുക്ക് പറ്റിയിട്ടുണ്ടോ? ആത്യന്തികമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയോട് പറയുകയാണ്, നിങ്ങളെ വിളിച്ചത് ഈ കാര്യങ്ങൾക്കല്ല. ഈ കാര്യങ്ങൾക്കല്ല. ഇത്രയും ക്വാളിറ്റിയുള്ള സഭയോട് പറയുകയാണ്, നിങ്ങളെ വിളിച്ചതിനല്ല. നിങ്ങളെ പിന്നെ എന്തിനാ വിളിച്ചേ? മഹത്വം പ്രാപിക്കാം. ഈ മഹത്വം നിങ്ങളിൽ നിറയുമ്പോൾ ഇതൊക്കെ ഉണ്ടായത് വരും. രോഗസൗഖ്യം ഉണ്ടാകും, വിടുതൽ നടക്കും, അനുഗ്രഹങ്ങൾ, നന്മകൾ ഉണ്ടാകും, വീസ കിട്ടും, ജോലി കിട്ടും, ശമ്പളം മുടങ്ങി കിടക്കുന്നത് കിട്ടും. ഇതൊക്കെ ഉണ്ടാകും. എന്ത് ചെയ്യണം? മഹത്വം നമ്മളിൽ ഒന്ന് നിറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചതിന് പ്രധാനപ്പെട്ട ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉദ്ദേശത്തിൽ പെട്ടതാ. ഈ പറഞ്ഞതല്ല തെസ്സലോനിക്ക സഭയുടെ അനുഗ്രഹങ്ങൾ, കൊരിന്ത്യ സഭയുടെ അനുഗ്രഹങ്ങൾ, എഫെസോസ് സഭയുടെ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് പെട്ടതാ. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആത്യന്തികമായി നമ്മൾക്ക് ദൈവം നമ്മളിൽ കൂടെ ഉദ്ദേശിക്കുന്ന 4 കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ സമയം കിട്ടിയില്ല. അതിൽ ഒന്നാമത്തെ തേജസ്സാണ്. സ്തോത്രം. നമ്മളെ എന്തിനു വേണ്ടി ദൈവം വിളിച്ചു, അതെങ്ങനെയാണ് ദൈവം സാധിച്ചെടുത്തത്, രണ്ടാമത്തേത്. മൂന്നാമത്തേത് ദൈവത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു. നാലാമത്തേത് ആ ലക്ഷ്യത്തിൽ നമുക്ക് എങ്ങനെ എത്തിച്ചേരാം. ഈ 4 കാര്യം ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയം തിരികെയാണ്. എനിക്ക് പോകണം. നിങ്ങളെക്കാൾ കൂടുതൽ തിരക്കിൽ നിൽക്കുന്നയാളാണ് ഞാൻ. സ്തോത്രം. ഒന്നാമത്തെ ലക്ഷ്യം നാം അവന്റെ മഹത്വം പ്രാപിപ്പാൻ. സ്തോത്രം. രണ്ടാമത്തേത് ദൈവം അതിനുവേണ്ടി എന്ത് ചെയ്തു, മുതൽ മുടക്കി. അത് പറയുമ്പോൾ 1 മണിക്കൂർ പറയണം. പോരാ, 1 മണിക്കൂറൊന്നും തീരെയല്ല. സ്തോത്ര സ്തോത്ര സ്തോത്രമുള്ളവരെ, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ ക്രിസ്തു യേശുവിൽ കണ്ടു. അറിഞ്ഞായിരുന്നോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അറിഞ്ഞായിരുന്നോ? ഈ വചനം നമ്മുടെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് അറിഞ്ഞായിരുന്നു ദൈവം എനിക്ക് വേണ്ടി നേരത്തെ കരുതിയിരുന്നു. സ്തോത്രം. നമ്മെ വിളിച്ചു, നമ്മളെ മുന്നിൽ നിർണയിച്ചു. അറിഞ്ഞായിരുന്നോ? ഇപ്പോഴും ശരിക്കും അറിഞ്ഞിട്ടില്ലല്ലോ. ഓർക്കുന്നുണ്ടോ? അന്ന് രക്ഷിക്കപ്പെട്ട ദിവസം ഓർക്കുന്നുണ്ടോ? ഞാനൊരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് എന്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ കാൽവരി ക്രൂശിനെ വിവരിച്ച സമയത്ത് അവിടെ കരഞ്ഞ് നിലവിളിച്ച ദൈവസന്നിധിയിൽ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ചു. സ്തോത്രം.
സ്തോത്രം. ആ ഒരു ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ ഒക്കെയാണ്. പക്ഷെ അന്ന് എനിക്ക് ഇത്ര അറിയത്തില്ലായിരുന്നു. സ്തോത്രം. എനിക്ക് വേണ്ടി സ്തോത്രം എന്നെ കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കാമെന്ന് നിശ്ചയിച്ച പിതാവായ ദൈവം എന്റെ നിസ്സഹായാവസ്ഥ കണ്ടുകൊണ്ട് എനിക്ക് വേണ്ടി നാളെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് അവൻ നമ്മെ സ്നേഹിച്ചു. അറിഞ്ഞായിരുന്നു നമ്മെ സ്നേഹിച്ചത്. നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാണ് യേശു എന്നെ സ്നേഹിച്ചത് അറിഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനു മുമ്പ് നാം അറിയാതിരിക്കുമ്പോൾ നമുക്ക് നമ്മെ സ്നേഹിച്ച, നിർണയിച്ച, നമ്മെ വിളിച്ച, നമ്മെ വേർതിരിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മെ വിളിച്ചത് തേജസ് പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മുതൽ മുടക്കി. എപ്പോ മുതൽ മുടക്കി? നാം അറിയാതിരിക്കുമ്പോ. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞാന് സ്തോത്രം നിഷേധിയായിരുന്നു, വിരോധിയായിരുന്നു, സ്തോത്രം ദൈവത്തിൽ അന്യപ്പെട്ടവനായിരുന്നു. എന്നിട്ടും എന്നെ സ്നേഹിച്ചെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ രക്ഷിക്കപ്പെടാതെ നടന്നൊരു കാലമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതിനു മുമ്പ് ആ പാപിയായ എന്നെ ദിനംതോറും സ്നേഹിച്ച് ദൈവത്തിന്റെ സമയമായപ്പോൾ പരിശുദ്ധാത്മ പ്രേരിതനായി നാം ദൈവവചനം കൈക്കൊണ്ടു. നമ്മൾ ചെയ്തത് എന്തുവാ? ഈ മഹത്വം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്തുവാ? മലകറിയോ? നേർച്ചയിട്ടോ? മുതൽ മുടക്കിയോ? സ്തോത്രം. നമ്മൾ ഇത്ര ചെയ്തുള്ളൂ. കർത്താവേ, ഞാൻ പാപിയാണെന്ന് എനിക്ക് ബോധ്യമായി. അതാരാണ് അത്? ആ ബോധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവമാണ്. അതും ഔദാര്യം കേട്ടോ. നമുക്ക് വേണ്ടി ദൈവം ചെയ്തതൊക്കെ നാം ഓർക്കണം. പരിശുദ്ധാത്മാവ് ബോധ്യം വരുന്നപ്പോ നമ്മൾ ഇത്ര പറഞ്ഞുള്ളൂ, ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണേ. ഇനി മുതൽ നിന്റെ മകളായി ജീവിക്കാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. അന്ന് മുതലാണ് നമ്മൾ ദൈവമക്കളായത്. അതിനു മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ ക്രിസ്തുയേശുവിൽ കണ്ട, ഹല്ലേലൂയ, ആ നമ്മുടെ നിലപാട് കണ്ട, നമ്മുടെ അവസ്ഥ കണ്ട, പാവത്തിന് ഏറ്റുമുട്ടിൽ താഴോട്ടിരുന്ന എന്നെ കണ്ടെന്നെ രക്ഷിച്ച നമ്മുടെ കർത്താവ്. അതിനുശേഷം എനിക്ക് വേണ്ടി മനുഷ്യവേഷമെടുത്ത് ഈ താണഭൂമിയിലേക്ക് വന്ന് ഗതസമനം മുതൽ ഗോൽഗോഥാ വരെ എനിക്ക് വേണ്ടി പീഡ അനുഭവിച്ച് കാൽവരി കുലകളത്തിൽ 3 കാര്യപാടുകളിൽ ചങ്ക് തുറന്ന് എനിക്ക് രക്തം ഊറ്റി തന്ന എന്റെ അനുഭവം സ്നേഹം. അതാ ദൈവം ചെയ്തത്. അത് ചെയ്തത് മാത്രമല്ല, പോരാഞ്ഞിട്ട് ബാക്കി നമുക്ക് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ വിടുതലും ഒക്കെ പുറകെ ഇഷ്ടം പോലെ ഇവിടം വരെ കൊണ്ടുവന്നു. എന്നിട്ട് നമുക്ക് ആ മഹത്വത്തിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വൈദ്യല് ആ മഹത്വത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നാം എത്തണം. കർത്താവ് നമുക്ക് വേണ്ടി ഈ മഹത്വം പ്രാപിക്കാൻ മുതൽ മുടങ്ങി. അവൻ നമ്മളിൽ നിന്ന് തന്നെ ആഗ്രഹിക്കുന്നത് ഒരു വാക്യമുണ്ടല്ലോ, എഫെസ്യർ 4-ാം അധ്യായം 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. 1-ാം അധ്യായത്തിൽ കേട്ടോ. സ്തോത്രം. നാം അവരുടെ സന്നിധിയിൽ വിശുദ്ധരും. നമ്മുടെ ഉത്തരവാദിത്വം മഹത്വം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ഉത്തരവാദിത്വം തന്നെ. ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് നമ്മൾ വിളിച്ചത്. ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചത്. നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതറിഞ്ഞത്, എന്നെ യേശു സ്നേഹിക്കുന്നത് അല്ലേ. അതിന് മുമ്പ് അറിഞ്ഞ ഒരാളിലും ഉണ്ടെങ്കിൽ ദൈവം ആരും കാണില്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും അതിന്റെ ഒരു ശരിയായ അറിവിലാണോ ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്? എന്നെ സ്നേഹിച്ചത്, എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ചു. എപ്പോഴും ഓർക്കാറുണ്ട്. കർത്തൃവേശ നടത്തുമ്പോഴും അല്ലാതെ എപ്പോഴും വിശ്വാസി ഓർക്കാറുണ്ടോ? സ്തോത്രം. ദിനംതോറും നമ്മൾ ഓർക്കണം കേട്ടോ. അവൻ എനിക്ക് വേണ്ടി മുതലും മുടക്കി. ഇനി നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമ്മൾ അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണമെന്നാണ്
അവൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ ഉത്തരവാദിത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയമില്ല, തീർന്നതോടെ ഞാൻ ഇവിടെ നിർത്തട്ടെ. ആ വിഷയത്തിന്റെ പൂർത്തീകരണത്തിൽ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല. സ്തോത്രം. അതിന്റെ സ്തോത്രം തെസ്സലോനിക്ക ലേഖനത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാൽ 1:2-15. ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ടോ? ഒന്ന്, നാം അവന്റെ സന്നിധി നിഷ്കളങ്കരും വിശുദ്ധരുമാണ്. രണ്ടാമത്തേത്, നമ്മൾ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണം. എങ്ങനെ ഉറച്ചു നിൽക്കേണ്ടത്? ഈ ഉറച്ചു നിൽക്കുക അതൊക്കെ പറയുമ്പോൾ എനിക്ക് സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ ഓർമ്മ വരിക. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറഞ്ഞു, ഒരു ബന്ധക്കോസിൽ വന്ന ഒരു അമ്മാമ്മ വിശുദ്ധ ജീവിതത്തെ കുറിച്ചും വേർപാട് ജീവിതത്തെ കുറിച്ചും പറഞ്ഞപ്പോ എന്നോടല്ല, എന്റെ സഭയിൽ ഒരു വിശ്വാസിയോട് പറയുക, എടാ കണ്ട മുക്കവനൊക്കെ എഴുതി വെച്ചതെല്ലാം ചുമ്മാ തന്നെ വിശ്വസിക്കുകയാണ്. ആരാ പറഞ്ഞേ? ഒരു 40 വർഷം മുമ്പ് വിശ്വാസി വന്ന അമ്മാമ്മയാണ്. കണ്ട മുക്കവനൊക്കെ പറയുന്നത് ലോകം ഇന്ന് അംഗീകരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് മാന്യമായി നമ്മൾ ജീവിക്കണം. അതാണ് മാന്യ ജീവിതം. ഒരു കുടുംബജീവിതത്തെ കുറിച്ച് തകർച്ചയെ കുറിച്ച് പറഞ്ഞു വന്ന കൂട്ടത്തിൽ അമ്മാമ്മ പറയുക, ഒരു അമ്മാമ്മ തന്നെ വിളിക്കാതിരിക്കുന്നതാണോ? സ്തോത്രം. എടാ കണ്ട മുക്കവനൊക്കെ എഴുതി വെച്ചതാണോ നമ്മൾ അനുസരിക്കുന്നത്? എങ്ങനെ രക്ഷിക്കപ്പെടുന്നത് എനിക്കറിയില്ല. ഏത് വചനം കേട്ടാണെന്ന് അറിയില്ല, ഏത് വചനം അനുസരിക്കുന്നത് അറിയില്ല. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കണം. അടുത്തത് വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്നതിനെ മുറുകെ പിടിച്ചു കൊള്ളണം. സ്തോത്രം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന് ഉപദേശം വിട്ടുള്ള കളി വേണ്ട. സ്തോത്രം. യേശു ക്രിസ്തു പറഞ്ഞ ഉപദേശങ്ങൾ വിട്ട് കളി വേണ്ട. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭയാണോ ഉപദേശമാണോ ആദ്യം ഉണ്ടായത്? ഐപിസിയുടെ കാര്യമില്ല ചോദിച്ചത്. സഭയാണോ ഉപദേശമാണോ ആദ്യം ഉണ്ടായത്? നിങ്ങള് അറിയാമെങ്കിലും പറയരുത്, എനിക്കറിയാം. സ്തോത്രം. ഉപദേശമാണ് ആദ്യം ഉണ്ടായത്. സഭ അത് കഴിഞ്ഞുണ്ടായി. ആരാ ഉപദേശം തന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കാത്ത ഒറ്റ ഉപദേശം തിരുവചനത്തിലില്ല, പുതിയ നിയമത്തിലില്ല. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് സ്തോത്രം അതിന്റെ അടിസ്ഥാനത്തിൽ നിത്യതയിൽ എത്തത്തക്കതുപോലെ നമ്മൾ ക്രിസ്ത്യ ജീവിതം പൂർത്തീകരിക്കത്തക്കതുപോലെ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ ദാസന്മാരിലൂടെ അതിന് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് ഉപദേശത്തിന് മേൽ യാതൊരു അധികാരമില്ല. സഭ ഉപദേശത്തെ ഒന്നും തിരുത്താൻ നോക്കുകയില്ല. അതുകൊണ്ട് ഉപദേശത്തെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അവിടെ പറയുന്ന ആരൊക്കെ തന്നതാണെന്ന്? അപ്പോസ്തലന്മാർ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന ഉപദേശങ്ങളെ മുറുകെ പിടിക്കണം. പത്യോപദേശത്തെ വിട്ട് ഇടം വലം പോകരുത്, തല പോയാലും പോകരുത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്തുള്ളത്? സ്തോത്രം. സ്തോത്രം. മഹത്വമുള്ളത്. നമ്മൾ ആ മഹത്വത്തിൽ പ്രവേശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മഹത്വം ഇവിടെ വെച്ച് പ്രാപിക്കണം. അങ്ങനെ പ്രാപിക്കുന്നവർ തെസ്സലോനിക്ക സഭയെ പോലെയും സ്തോത്രം സ്തോത്രം ആ കാലയളവിലെ സഭകളെ പോലെ, ആദിമ സഭകളെ പോലെ ഒക്കെ ക്വാളിറ്റി ഉള്ളവരായിരിക്കും. ഈ ദിവസങ്ങളിൽ അങ്ങനെ ക്വാളിറ്റി ഉള്ളവരായി സ്തോത്രം ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സ്തോത്രം നിഷ്കളങ്കരും വിശുദ്ധരുമായി ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം നയിച്ച് നമുക്ക് എവിടെ എത്തണം? നിത്യതയിലെത്തില്ല, നിത്യതയിലെത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി നിത്യത എത്തണം. അത് വലിയ കാക്ഷിയാണ്. പക്ഷെങ്കിൽ നമ്മൾ തേജസ് പ്രാപിക്കണം, മഹത്വം പ്രാപിക്കണം. നമ്മൾ അവനോട് അനുരൂപപ്പെടണം. അവന്റെ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ വെച്ച് തന്നെ അനുരൂപപ്പെടണം. അതിനുവേണ്ടിയ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നതിന് വേണ്ടിയാ നമ്മൾ അവനോട് അനുരൂപപ്പെടാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കുക, നമ്മൾ ഉത്സാഹിപ്പിക്കുക, നമുക്ക് പ്രചോദനം തരിക. ഇത് രാത്രിയിൽ ആ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് നമ്മൾ നിത്യതയിൽ സ്തോത്ര തേജസ്സോടുകൂടെ നിർത്തേണ്ടതിന് അവൻ നമുക്ക് പ്രചോദനം തരിക. ഈ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ, സുവിശേഷത്താൽ നമ്മളെ രക്ഷിച്ചത്
സ്വന്തം കാർ മേടിക്കാനും വീട് മേടിക്കാനും നല്ല ജോലിക്കും നല്ല ഭാവി ഉണ്ടാകാനും അല്ല. അതൊക്കെ നേരത്തെ വന്നോളൂ. സ്തോത്രം. രോഗസൗഖ്യത്തിനല്ല, സ്ഥാനമാനങ്ങൾക്കല്ല നമ്മെ വിളിച്ചിരിക്കുന്നത് മഹത്വം പ്രാപിക്കാൻ. ആ മഹത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എനിക്ക് അവസരം നൽകിയ സഭയോട്, സ്തോത്രം, കർത്തദാസനോട്, പ്രത്യേകിച്ച് കമ്മിറ്റിയോട് ഒക്കെ എന്നെ നന്ദി അറിയിക്കുന്നു. കേട്ടിട്ട് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും. അനുഗ്രഹീതമായ സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ.